എല്ലാവർക്കും മലയാളീസ് ഡോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ ട്രാഫിക് റൂൾസും ട്രാഫിക് സിഗ്നൽസും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡിലെ ട്രാഫിക് റൂൾസ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡിഫറെൻ്റാണ്. ട്രാഫിക് റൂൾസ് അല്ല, ഇവിടുത്തെ ഒരു ട്രാഫിക് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സിഗ്നൽസിനൊക്കെ കൂടുതൽ റൗണ്ട് അബൌട്ട്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് അബൌട്ട്സ് നമ്മുടെ നാട്ടിൽ നമുക്ക് അത്ര പരിചിതമുള്ള ഒരു സംഭവമല്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ റൗണ്ട് അബൌട്ട്സിൽ വണ്ടി ഓടിക്കേണ്ടതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു റൗണ്ട് അബൌട്ടിലോ ഇല്ലെങ്കിൽ സിഗ്നലിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന്. അതിനനുസരിച്ച് നമ്മുടെ ലൈൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളിവിടെ ഒരു സിഗ്നലിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ നമ്മൾ ആ സിഗ്നലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏത് ഡയറക്ഷനിൽ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് ആ ലൈൻ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി പ്ലേസ് ചെയ്യുക. അതുപോലെ ന്യൂസിലാൻഡിലെ ട്രാഫിക് സിഗ്നലെല്ലാം സെൻസർ ബേസ്ഡാണ്. ഈ സെൻസർ അവർ ടാറിൻ്റെ അടിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ഈ ലൈനോട് ചേർത്ത് നിർത്തിയാൽ മാത്രമാണ് നമുക്ക് ഗ്രീൻ ലൈറ്റ് തെളിയുള്ളൂ. നമ്മളൊരു സിഗ്നലിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് റോട്ടിൽ ഇതേപോലെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ലൈൻ ലെഫ്റ്റിലോട്ട് പോകാൻ മാത്രമാണ് യൂസ് ചെയ്യുക. റൈറ്റ് ലൈനാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റും പോവാം റൈറ്റിലേക്കും പോവാം. ഇതേപോലെ അവിടെ സ്പീഡ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറുന്ന റോട്ടിലെ സ്പീഡ് ലിമിറ്റ് 60 ആണ്. അപ്പോൾ നമ്മൾ ആ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇവിടെ നമ്മൾ സ്പീഡ് ലിമിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പോൾ സ്പീഡ് നമുക്ക് കുറച്ച് ഓടിക്കാനും പറ്റില്ല, അതേപോലെ നമുക്കിപ്പോൾ 60ൽ കൂടുതൽ ഓടിക്കാനും പാടില്ല. മാക്സിമം നമ്മളൊരു 55 എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സ്പീഡ് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു റെയിൽവേ ക്രോസിംഗ് ആണ്. റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഒരു സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ റെഡ് സിഗ്നൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വഴി വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വണ്ടി വരുന്നതുണ്ടോ? അപ്പോൾ ആ വണ്ടി വരുമ്പോൾ നമ്മളിവിടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി അവർ സ്റ്റോപ്പ് ചെയ്തോളും. അപ്പോൾ ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മളെപ്പോഴും റൈറ്റ് സൈഡിലേക്ക് നോക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ എന്തെങ്കിലും വരണുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ ആ വണ്ടിക്കാരൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അയാൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പോകുന്ന സ്പീഡിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും ഒരു സിഗ്നലിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ റോഡിൽ സ്ട്രെയിറ്റ് പോകേണ്ടവർ റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ ലൈൻ കീപ്പ് ചെയ്തിട്ട് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക, ഇപ്പോൾ ഇതുണ്ട് ലെഫ്റ്റ് സൈഡിലെ ലൈനിലാണെങ്കിൽ സ്ട്രെയിറ്റ് പോവാം, ലെഫ്റ്റിലേക്കും പോവാം. പക്ഷേ റൈറ്റ് സൈഡിലെ ലൈനിൽ കയറിയതിന് ശേഷം നമുക്ക് ഒരിക്കലും ലെഫ്റ്റിലേക്ക് തിരിയാൻ പറ്റില്ല. ഇനി നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിനി സ്ട്രെയിറ്റ് പോയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ട് യൂ ടേൺ എടുത്ത് വരാനേ പറ്റുള്ളൂ. നമ്മളിനി ഒരു വലിയൊരു റൗണ്ട് അബൌട്ടിലേക്ക് ചെല്ലുവാണ്. ഈ റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് അബൌട്ടിൽ നിന്ന് തന്നെ 4-5 വഴികൾ തിരിഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ റൗണ്ട് അബൌട്ടിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് അബൌട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും നമുക്കിത് എത്ര സ്ഥലത്തേക്ക് തിരിയാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1, 2, 3, 4 സൈഡിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ നമ്മളിപ്പോൾ യൂ ടേൺ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും റൈറ്റ് സൈഡിലോട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ റോഡിലെ വരകൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. ആദ്യത്തെ 2 ഇടത്തോട്ട് തിരിയാനാണെങ്കിൽ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് പോകാനും ലെഫ്റ്റിലോട്ട് പോകാനും ലെഫ്റ്റിലെ ലൈൻ യൂസ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള 2 സ്ഥലങ്ങളിലേക്ക് പോകാനും യൂ ടേൺ എടുത്ത് വരാനുമായിട്ടും നമ്മൾ റൈറ്റ് സൈഡിലെ ലൈൻ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗീവയുടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരണ്ടോ എന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടികൾ നമ്മൾ നോക്കണ്ട. ആ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടികളെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മുടെ ലൈനിലേക്ക് അവർ കട്ട് ചെയ്ത് കയറില്ല. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതേപോലെ നമ്മൾ വൺസ് റൗണ്ട് അബൌട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വണ്ടികളൊന്നും നോക്കണ്ട. റൗണ്ട് അബൌട്ടിൽ ഒരു വണ്ടി എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിക്കായിരിക്കും പ്രയോറിറ്റി. അതേപോലെ നമ്മൾ റൗണ്ട് അബൌട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ഇപ്പോൾ നമ്മളൊരു റൗണ്ട് അബൌട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണ്ട.
ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഇതേപോലെ മൂന്നാമത്തെ വഴിയിലോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന് വിചാരിക്കുക, സ്ട്രെയിറ്റ് കഴിഞ്ഞിട്ടുള്ള വഴിയിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ചെല്ലുക. അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് എക്സിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഓൺ ആക്കുക.